എൻ്റെ നാട്ടിലെ മുമ്പ് കാലത്ത് ഈ ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ താത്തിമാരെന്ന് വിളിക്കുമായിരുന്നു, മുസ്ലിം പെണ്ണുങ്ങളെ താത്തായും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഭാഷയാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. താത്തി പെണ്ണുങ്ങൾ തലമറച്ചാൽ, താത്തി പെണ്ണുങ്ങളിൽ തിരഞ്ഞെടുത്തിട്ടുള്ള വൈദിക സ്ത്രീകൾ അവർ തലമറച്ച് നടന്നാൽ അത് വലിയ പവിത്രതയാണ്, മഹനീയമായതും പവിത്രമായതും കർത്താവിൻ്റെ മണവാട്ടിപ്പട്ടവും എല്ലാം കൂടി പരിപാവന പരിവേഷങ്ങൾ കെട്ടിപ്പടുക്കും. ആയിക്കോട്ടെ, അതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. അതവരുടെ മതം പറയുന്ന കാര്യമല്ലേ. അവരുടെ മതം പറയുന്നത് പോലെ തന്നെ അവർ ജീവിച്ചോട്ടെ. അതിൽ ആർക്കാണ് വിയോജിപ്പ്, എതിർപ്പ്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ താത്തപ്പെണ്ണുങ്ങൾ തലമറിച്ചാലോ? താത്തപ്പെൺകുട്ടികളോ പെൺകിടാങ്ങളോ പെണ്ണുങ്ങളോ സ്ത്രീകളോ തലമറിച്ച് കഴിഞ്ഞാൽ അത് തീവ്രവാദത്തിൻ്റെ മൂടുപടം. അതായത് തീവ്രവാദം, വർഗീയവാദം, 6-ാം നൂറ്റാണ്ടിലെ പിന്നോക്കാവസ്ഥ, എന്തെല്ലാം ആക്ഷേപങ്ങളാണ് വെച്ച് വിളമ്പുന്നത്. ഇതിൽ പലരുമുണ്ട്. ആ ആൾക്കാരെല്ലാം കൂടിയും ഈ ഇസ്ലാമിനെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാനും എതിർക്കാനും വേണ്ടിയിട്ട് ഒന്നാവുന്നുണ്ട്. അത് ഈ സംഘിണികളും വൈദിക സ്ത്രീകളും വൈദികന്മാരും അരമനകളും ഒക്കെ അതിൽപ്പെട്ടതാണ്. ആരെങ്കിലും ഒഴിവുണ്ടോ? ഓരോ പുതിയ 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 പേരിൽ എന്തെല്ലാം ജിഹാദുകളാണ് വരുന്നത്, അല്ലേ? ഇതൊക്കെ എവിടെ നിന്ന് പടച്ചുണ്ടാക്കണത്? ഇതൊക്കെ ഈ അരമനകളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കുട്ടിയുടെ തലയിലെ തട്ടത്തിൻ്റെ പ്രശ്നത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ, എന്തെല്ലാം വർത്തമാനങ്ങൾ, ചാനൽ ചർച്ചകൾ, സോഷ്യൽ മീഡിയ മൊത്തം അലമ്പാകുന്ന തരത്തിലുള്ള അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്ന പ്രശ്നങ്ങൾ. എന്താ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ ബുദ്ധിമുട്ടുകളൊക്കെ? മുസ്ലിങ്ങൾ നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു കാലത്ത് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരെന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷേപം ഭയങ്കരമായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. മുസ്ലിങ്ങളെ മുഖത്ത് നോക്കി വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സംഭവങ്ങൾ എനിക്ക് നേരെ ഉണ്ടായിരുന്നു. ഒരു പോലീസ് ഓഫീസർ എൻ്റെ നേരെ നോക്കിയിട്ടാണ് പറഞ്ഞത് മുസ്ലിങ്ങൾ പഠിക്കില്ല. പക്ഷെ മുസ്ലിങ്ങൾ പഠിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ എല്ലാ ആൾക്കാരും ആ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ പോകും. വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതേപോലെ തന്നെ ആക്ഷേപിക്കുക. മറ്റു പലതരത്തിൽ വസ്ത്രധാരണത്തിന് തലയെ തട്ടിടാൻ പാടില്ല, മുസ്ലിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീവ്രവാദത്തിലേക്ക് പോകുന്നത്. അയ്യോ, ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ത് തീവ്രവാദം, എന്ത് വർഗീയവാദം? ഇസ്ലാമിൽ എന്ത് തീവ്രവാദം? ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് നിർബന്ധവും അതുപോലെ തന്നെ ഐച്ഛികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്താൽ മാത്രമേ മുസ്ലിങ്ങൾ അതിനപ്പുറമൊന്നും ചെയ്യണമെന്നില്ല. എല്ലാം ഇസ്ലാമിൻ്റെ നേരെ കുതിര കയറി ഇപ്പോൾ ഒരു സുഖം കിടന്നുണ്ട് മനസ്സിന്. എന്താണെന്നറിയാമോ? ഊർവശി ശാപം ഉപകാരപ്രദം. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൽ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാർ വഴിപഴക്കാണ്ട് നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകണം കാണേണ്ടത്. കാരണം എല്ലാവർക്കും ബോധം വന്നിട്ടുണ്ട്. ഇത് നമ്മളെ ഉപദ്രവിക്കും, നമ്മളെ ആക്രമിക്കും, നമ്മളെ വഴികൾ തടയും. ഇതൊക്കെ നല്ല രീതിയിൽ മുസ്ലിം ചെറുപ്പക്കാർ മനസ്സിലാക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമുള്ളത്. ഇനി ഒരു കാര്യം ഈ അരമനകളിലുള്ളവരൊന്ന് മനസ്സിലാക്കുക. അരമന അകത്തിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്നറിയാമോ? ഇവിടെ ഇപ്പോൾ ഈ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ആരാധനക്ക് ആളുകളില്ലാണ്ട്, അത് നടത്തിക്കൊണ്ടു പോകാൻ ആളില്ലാഞ്ഞിട്ട് ആ ക്രിസ്ത്യൻ ദേവാലയങ്ങളൊക്കെ വിൽപ്പനക്ക് വെച്ചേക്കാണ്. അതായത് എവിടെ നിന്ന് തുടങ്ങിയോ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. ഒരു തിരിച്ചുപോക്കില്ലാണ്ട്, ഒരു തിരിച്ചു വരവില്ലാതെ ഇങ്ങോട്ട്. വളരെ സൂക്ഷിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ണുകാട്ടി മാതിരിയൊന്നും എല്ലാ കാര്യങ്ങൾ പോണത്. അതായത് അത് വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്രമാധ്യമങ്ങളിലൂടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും സംഘടനകൾ പറയുന്നതും ആ രാജ്യങ്ങളിൽ പോയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ കൃത്യമായ രീതിയിലാണ്. പിന്നെ ഈ സംഘികൾക്ക് ചൂട്ടുപിടിക്കുന്നു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരമനക്കാര്യങ്ങൾ, അരമന പീഡനങ്ങൾ, അരമന കുതന്ത്രങ്ങൾ എല്ലാം തന്നെ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം മുതലുള്ളതാണ്. എന്തെല്ലാം തരത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കരാർ ലംഘനങ്ങൾ, ഗൂഢാലോചനകൾ, ഉപദ്രവങ്ങൾ, കൊലപാതകങ്ങൾ, യുദ്ധങ്ങൾ എല്ലാം നടന്നിട്ടുള്ളതൊക്കെ എവിടെന്നാണ്? ഈ മുസ്ലിങ്ങളെ പറഞ്ഞോ? അല്ല, ഈ അരമന കാര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഖ്യകളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നതാണ്. അത് ഇവിടെ ഒരു രാഷ്ട്രീയ ബന്ധത്തിന് വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് സംഖ്യകളുടെ കൂടെ കൂടി, അല്ലെങ്കിൽ സംഖ്യകളുടെ കൂടെ കൂടി എന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല. അത് രണ്ടു കൂട്ടം കൊണ്ട് തമ്പത്തിൽ അടിക്കുമ്പോൾ അത് തന്നെ പോയിക്കോളും. അടിക്കുന്നുണ്ടല്ലോ, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കയറി അടിച്ച് നല്ല അരപ്പാക്കി കൊടുക്കുന്നുണ്ട്.
എന്നിട്ടും ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്ത്യാനികൾ അവർക്ക് ബോധം തെളിയാതെ കണ്ടു നിൽക്കുന്നുണ്ട്. അത് ഉറപ്പാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഒന്നും തോന്നണ്ട. കാരണം ക്രിസ്ത്യൻ നേതൃത്വം തന്നെ എനിക്ക് കാണിച്ചു കൂട്ടുന്നതൊക്കെ നിങ്ങൾ പറയുമ്പോൾ മുസ്ലിങ്ങളെ മൊത്തം ബാധിക്കുന്ന വിഷയങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളെ പ്രതികരണത്തിലും ആ ഭാഷ വരും. ഒന്നും തോന്നണ്ട കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അരമനകളിൽ നിന്നാണ്. അവരാണ് പലതരത്തിലുള്ള ഈ പേരുകൾ ഇറക്കി കൊടുത്തുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫോബിയ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അവരാണ്. അത് ഉറപ്പാണ് കാര്യം. ബാക്കിയുള്ള ആൾക്കാർ ഏറ്റുപിടിച്ചുകൊണ്ട് ഉപദ്രവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഹിജാബ് പ്രശ്നം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല, തുടങ്ങിയതും അല്ല, അവസാനിക്കുന്നതും അല്ല. ഹിജാബ് ഒരു വിഷയം അപ്പങ്ങനെ വന്നപ്പോൾ അതങ്ങെടുത്ത്. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും വരും ഇല്ലേ? വേറെ എന്തെങ്കിലും വരില്ലേ? ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് 30,000 പെണ്ണുങ്ങളൊക്കെ തട്ടിക്കൊണ്ട് കണ്ടു പറയാൻ ഒരു ഉളുപ്പില്ലാതെ കണ്ടാന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ലേ? അപ്പം അന്ന പോലെ തന്നെ ഇതുമൊക്കെ ഒരു പുതിയ പരിപാടി. ഇനി അടുത്ത വേറെ ഒന്ന് വരുമ്പോൾ ഇത് വിടും, സോഷ്യൽ മീഡിയയും വിടും. എന്നിട്ട് അടുത്തതിനെ പറഞ്ഞു പോകും. എന്തായാലും ശരിയാണ്, ഉർവശിശാപം ഉപകാരപ്രദം തന്നെ. മുസ്ലിമീങ്ങൾക്ക് അത് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമായി ജീവിക്കാൻ ഒരുപാട് ചെറുപ്പക്കാർ വളരെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. വളരെ ബോധവാന്മാരായിക്കൊണ്ട് അത് സ്വാഗതം ചെയ്യണം. ഇതൊക്കെ മുസ്ലിങ്ങൾക്കൊരു കരുതലാണ്. എല്ലാവരും കരുതിയിരുന്നു, മുസ്ലിമീങ്ങൾക്ക് കരുതിയിരുന്നു, മുസ്ലിമേതര മതങ്ങളും ഉറപ്പാണ് കാര്യത്തിൽ. ഒരു സംശയം വേണ്ട.